ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ആഷിഖ് കപൂർ സംവിധാനം ചെയ്തിട്ടുള്ള റൈഫിൾ ക്ലബിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഈ സിനിമയിനകത്ത് ഒരുപാട് താരനിരകൾ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പേര് പറയാൻ പോയാൽ ഒരുപാട് പേരുടെ പേര് പറയേണ്ടി വരും. ഇത് വലിയൊരു ഒരുപാട് ഫാമിലീസ് ഉള്ള ഒരു ഫാമിലിയുടെ ഒരു ത്രില്ലർ സിനിമയാണെന്നാണ് തോന്നുന്നത്. കൂടുതലായിട്ടുള്ള വീഡിയോ ഒക്കെ ഇനി എൻ്റെ സിനിമ വരുമ്പോൾ ഒക്കെ ഞാൻ പറയാം. അപ്പോൾ അവൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആരോഗ്യശ്രീ ബാ. മാവിന്റെ മണ്ടയിൽ ഒരു പഴുത്ത മാങ്ങ കിടക്കോണെ, നമ്മൾ ഉന്നം പിടിച്ച് എറിഞ്ഞിട്ടിട്ടേ ലക്ഷ്യം ഭരിച്ചേ എന്ന് പറഞ്ഞ് നടന്ന് വീട്ടിലേക്ക് ആ മാങ്ങ തിന്നല്ലേ ഇതിന്റെ ഒരുപാട്. അത്രേ ഉള്ളൂ കണ്ടി. നല്ല കളർ ഗ്രേഡിങ്. ഇതെന്ത് പന്നിയോ? Wow, nice. ഐ.വി. ശശിയുടെ മൃഗയ ചിത്രം റിലീസായതോടെയാണ് സുഹൃത്തുക്കളെ അത് സംഭവിച്ചത്. തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി 3.5 മാസത്തോളം മമ്മൂട്ടി എന്ന യുവപ്രതിഭ ഇടയ്ക്കൽ ഗുഹയിൽ താമസിച്ച് ബോളിവുഡ് രീതിയായ മെത്തേഡ് ആക്ടിംഗ് പരിശീലിച്ചത്ര. അതിനിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വേട്ടമൃഗം നല്ല ഒന്നാന്തരം ടീമാ, രക്തരൂക്ഷതോ അക്രമ നിമിടവും അത് ക്ഷാമവും ചെയ്യാം. പക്ഷെ അതിന് മുന്നേ ആ റോസാപ്പൂ കൈ തുപ്പാക്കി വിടാം. ഇതാണ് ഞാൻ ദാസ്താൻ എടുക്കായിരുന്നു. രണ്ടുപേര് പണ്ടേ പോയി. 3-ാമത്തെ ആള് വിദ്യ കയറാൻ സമയത്തില്ല, എന്നാലും കാമ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു മട്ട്. ചലച്ചിത്ര താരങ്ങൾക്ക് തോക്ക് മരിക്കും പിടിക്കാൻ പോലും അറിയത്തില്ല. മോനിപ്പോ പിടിച്ചിരിക്കുന്ന പൊട്ടുമോനെ മറ്റുപടി അങ്ങനെ പറയാമോ? ഇവിടെ ആണുങ്ങളാരുമില്ലേ? എന്റെ മോനെ, കാട്ടുപന്നി സസ്ക്രോഫാന്ന് ശാസ്ത്രനാമം. ഏനാണെങ്കിലും മുടിഞ്ഞ ടേസ്റ്റ് കണ്ടില്ലേ? ഇവനാളിച്ചിരി ചിമിട്ടനാണ്. വീടിന്റെ അകത്ത് കൂടാണോ ബൈക്ക് ഓടിക്കണ്ടത്? മര്യാദ വേണ്ടേ? Oh my. 0.32 വരും. എന്റെ മോനെ, എൻ്റെ മോനെ, ക്രിസ്മസിന് ഒരു ജിമിട്ടൻ അമിട്ടൻ സാധനമായിരിക്കും ഈ സിനിമ. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. ഇതൊരു വെടിക്കെട്ട് പൂരത്തിനുള്ള സാധനം തന്നെയുണ്ട്. എന്ത് കിടിലം ഗ്രേഡിങ്ങും, ഓരോ ഫ്രെയിം, മ്യൂസിക്, ഡയലോഗ്സ്. ഒരു ട്രെയിലറിന് ഞാൻ ആദ്യമായിട്ട് വന്ന് ഭയങ്കരമായിട്ട് ചിരി വന്നു പോയത് ദർശനയുടെ ഈ സംഭവത്തിനാണ്. എന്താ മോനെ സീന്, ഓരോ ഫ്രെയിമിങ് എന്നെ പൊളിയാൻ നോക്കണേ. ഇതൊരു ജിമിട്ടൻ അമിട്ടൻ സാധനം തന്നെയായിരിക്കും ക്രിസ്മസിന്. ഈ വർഷത്തെ ലാസ്റ്റ്, ഈ 2024 അവസാനിക്കുന്നത് റൈഫിൾ ക്ലബിൻ്റെ ഒരു കിടിലമിട്ടൻ സാധനം കൊണ്ട് തന്നെയായിരിക്കും. ഒരു കിടിലം സെലിബ്രേഷൻ തന്നെയായിരിക്കും ഈ സിനിമ. ഉറപ്പാണ്, സംസാര വിഷയമാവും ഈ സിനിമ. അത്രയ്ക്കും കിടിലം സാധനം, ഒന്നും പറയാനുള്ള ഒരു പെർഫെക്റ്റ്
കിടിലനായിട്ടുള്ള ഒരു ട്രെയിലർ. സൂപ്പർ. എൻ്റെ മോനെ, ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണല്ലോ. വെടിക്കെട്ടും പട്ട വെടിയപ്പാണല്ലോ. സോന സീനായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലൻ സാധനം. ഇത് ഈ ട്രെയിലർ എഡിറ്റ് ചെയ്തവനാ മോനെ പൊളിച്ചിട്ടുണ്ട്. സീൻ സാധനം അത് തന്നെ. അപ്പോൾ ഗൈസ്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് എൻ്റെ പുതിയ റിവ്യൂ ആയിട്ട് ഞാൻ എന്തായാലും വരും. ഉറപ്പായിട്ട് ഈ സിനിമ എന്തായാലും കാണേണ്ടത്. എൻ്റെ രോമം പൊങ്ങി ഇത് കണ്ടപ്പോൾ. അത്രയ്ക്കും കിടിലായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങ് അമർത്തണം. അപ്പോൾ എല്ലാ റൈഫിൾ ക്ലബിലുള്ള ടീം മെമ്പേഴ്സിനും ബൈ. तूने जाके पुट्टू खड्डा खा गया, सबको लेके जा.